കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 12ാം ദിവസത്തിൽ. ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്തും. ഇന്നലെ സിഗ്നൽ കേന്ദ്രീകരിച്ചാകും ഇന്നത്തെ തിരച്ചിൽ. മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പുഴയിലെ അടിയൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധിക്കാനാകുന്നില്ല. ഇന്ന് ഒഴുകുന്ന പാലം നിർമ്മാണം തുടങ്ങും. പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഉത്തരകന്നഡ ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്കോലയിൽ നിന്ന് തത്സമയം ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. ഷഫീഖ്, അർജുനായുള്ള തിരച്ചിൽ 12ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ പുതിയ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ എത്തിക്കുമെന്നുള്ളത് ഇന്നലെ തന്നെ കർണാടക ജില്ലാ കലക്ടർ പറഞ്ഞതാണ്. പുതിയ സംവിധാനങ്ങളെല്ലാം എത്തിക്കുമെന്നുള്ളത്. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കുമോ ഇന്നത്തെ തിരച്ചിൽ എന്ന് പറയുന്നത്? അതെങ്ങനെയായിരിക്കും? കനത്ത മഴ തുടരുന്നുണ്ട്. ഈ കനത്ത മഴയെ തുടർന്ന് പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. നേവിക്ക് അവരുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി മുങ്ങിപ്പരിശോധന നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഈ പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെ തെരച്ചിൽ തുടരാനാവും എന്ന ചർച്ചയിൽ നിന്നാണ് പുതിയ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമുണ്ടായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവിടെ ഒഴുകുന്ന ഒരു പാലം നിർമ്മിക്കാൻ ആരംഭിക്കും. ആ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു. അതിന്റെ നിർമ്മാണം ഉച്ചയോടുകൂടി ആരംഭിക്കും. അതിന്റെ സാധന സാമഗ്രികൾ ഉച്ചയോടുകൂടി എത്തിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ആ പാലം നിർമ്മിക്കുന്നതോടുകൂടി തന്നെ നേവിക്ക് അതിനു മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് മുങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉള്ള സ്ഥിരീകരണമുണ്ടാവും. അതിന് എത്ര സമയം വേണ്ടിവരും അത് നിർമ്മിക്കാൻ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. കൂടുതൽ വാഹനങ്ങൾ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവാൻ ഈ പാലത്തിൽ സാധിക്കുമോ, അത്ര ആ സൗകര്യം കൂടി ഉള്ള പാലമാണോ ഉണ്ടാക്കുക എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ JCBകൾ അടക്കം ആ പാലത്തിൽ കൂടി കൊണ്ടുപോയി പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് സാധിക്കും എന്നാണ് കാർവാർ MLA സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഉച്ചയോടുകൂടി ആരംഭിക്കുന്നത്. അതിന്റെ സാധന സാമഗ്രികൾ ഉച്ചയോടുകൂടി എത്തും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കരയിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യൽ അടക്കമുള്ള പ്രവൃത്തികൾ തുടരും. അത് രാവിലെ 7:30 മണിയോടുകൂടി തന്നെ അത്തരം പ്രവൃത്തികൾ ആരംഭിക്കും. എന്നാൽ ഇന്നും അടിയൊഴുക്കിന് കുറവുണ്ടായിട്ടില്ല. ഇത് മലമ്പ്രദേശങ്ങളിലാകെയും വലിയ രൂപത്തിലുള്ള ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ നിറഞ്ഞു കവിയുന്നു. ആ സാഹചര്യത്തിൽ അടിയൊഴുക്ക് കുറയാൻ ഒട്ടും സാധ്യതയില്ല. അടിയൊഴുക്ക് കനത്ത മഴ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇന്നലെ അവസാനം ലഭിച്ച സിഗ്നൽ, അതായത് പുഴയുടെ മധ്യഭാഗത്ത് ഒരു മൺകൂനയിൽ ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചാകുമോ ഇന്നത്തെ എല്ലാ തിരച്ചിലും നടക്കുക? ആ പ്രതീക്ഷയിലാണോ? അവിടെ എന്തെങ്കിലും സൂചന, അല്ലെങ്കിൽ അർജുൻ ആ മൺകൂനയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ ഈ തിരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്ക്? ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ 4ഇടത്ത് സിഗ്നൽ ലഭിച്ചിരുന്നു. അതിൽ 3ഇടത്ത് ലഭ്യമായ സിഗ്നലുകളായിരുന്നു പരിശോധിച്ച് അതിൽ 2ാമത്തെ സിഗ്നലാണ് അർജുന്റെ ലോറി എന്ന് കൃത്യപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇന്നലെ ഒരു ദൃക്സാക്ഷി ഈ ലോറി ഒഴുകിപ്പോകുന്നത് താൻ കണ്ടിരുന്നു എന്ന് പോലീസിനോട് വ്യക്തമാക്കി. ആ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ 4ാമത്തെ പോയിന്റിൽ വലിയ സിഗ്നൽ ലഭിച്ചത്. പിന്നീട് തുടർച്ചയായി നടത്തിയ പരിശോധനയിലും അവിടെ ലോറിക്ക് അത്രയും വലിപ്പമുള്ള ലോഹ സാന്നിധ്യത്തിന്റെ ഒരു സിഗ്നൽ ലഭിച്ചു. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. ആ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ മൺകൂനയുടെ പുഴയുടെയും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഈ മൺകൂനയോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് കിട്ടിയ ഈ സിഗ്നൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ആ സിഗ്നൽ ലഭിച്ചപ്പോൾ അവിടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ നേവിയുടെ സംഘം ആ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. ഇന്ന് ആ ഭാഗത്തേക്ക് കൂടി ഈ ഒഴുകുന്ന പാലം നിർമ്മിച്ചാൽ ആളുകൾക്ക് അവിടെ എത്തി മുങ്ങാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ആ ഒരു സിഗ്നൽ, പുതുതായി ലഭിച്ച ആ സിഗ്നൽ, അത് ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഘത്തിന് ലഭിച്ച സിഗ്നൽ തന്നെയാണ്. അത്
കുറച്ചുകൂടി പരിശോധന നടത്തിയപ്പോഴാണ് ആ ഭാഗത്ത് ഈ ലോറിയുടെ അത്രയും വലിപ്പത്തിൽ ഉള്ള ലോഹവസ്തു അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് സിഗ്നലിന് ലഭിച്ചത്. ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയും സിഗ്നലുകളും ഉപയോഗിച്ചുള്ള നിഗമനങ്ങളും മാത്രമാണ് ഇപ്പോൾ ലോറിയെ സംബന്ധിച്ച് ഉള്ളത്. ആ ലോറിയെ സംബന്ധിച്ച് കൃത്യമായി ലോറി കാണണമെങ്കിൽ അതോടൊപ്പം തന്നെ ആ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തണമെങ്കിൽ അവിടെ മുങ്ങൽ വിദഗ്ധർ മുങ്ങി പരിശോധന നടത്തുക തന്നെ വേണം. ഇതുവരെ നമുക്ക് പല യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്ന് കിട്ടിയ സിഗ്നലുകളുടെ സഹായത്തോടെ എത്തിയ നിഗമനങ്ങളാണ്. അതാണ് ഇതിന്റെ 9ാമത്തെ ദിവസം മന്ത്രി ലോറി കണ്ടെത്തി ലോറിയുടെ സിഗ്നൽ ലഭിച്ചു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് അവിടെ 3 സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ളത് എന്ന വിശദീകരണം ആണ് നൽകിയത്. ഇന്നലെ വീണ്ടും 4ാമത്തെ സിഗ്നൽ എന്ന രൂപത്തിൽ അവിടെ നിന്നൊരു വിശദീകരണം വരുന്നു. ഈ യന്ത്രങ്ങളുടെ സഹായത്തോടെ അതിന്റെ സിഗ്നൽ ഉപയോഗിച്ച് നടത്തുന്ന ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ച സിഗ്നൽ എല്ലാം കേന്ദ്രീകരിച്ചായിരിക്കും 12ാം ദിനവും അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുക. ഒപ്പം തന്നെ പുതിയ സംവിധാനങ്ങൾ, പുതിയ ഉപകരണങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയും തിരച്ചിലും നടത്തും. അങ്കോലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഷഫീഖ് നസ്രുള്ള.